ഹായ്, ഗുഡ് ഈവനിങ്. ഐ എം ഷില്ലി, മൈസെൽഫ് ഷില്ലി. ഓക്കെ, അർജുൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ കേരളം ഒന്നാകെ കാത്തിരുന്ന ഈ ഒരു സമയത്താണ് എനിക്ക് 10-16 ദിവസമായി അർജുൻ എന്ന് പറയുന്ന സഹോദരൻ നമുക്ക് കാണാതായിട്ട്. അയാൾ തിരിച്ചു വരുന്ന പ്രാർത്ഥനയോടെ ആയിരുന്നു ഓരോ കേരളത്തിലെ ഓരോ വ്യക്തികളും, അല്ലെ? അപ്പോൾ അവരുടെ എല്ലാം മുൻപിലോട്ടാണ് മറ്റൊരു ദുരന്തമായി വയനാട്ടിലെ ചൂരന്മലയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കുറേ ഏറെ പേര് ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നഷ്ടപ്പെട്ടു പോയ, ഇന്ന് കൂടെ കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കൂടെ കിടന്നുറങ്ങുന്ന നമ്മുടെ മോൻ അല്ലെങ്കിൽ മോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മറ്റു മൃഗങ്ങൾ അല്ലെങ്കിൽ വീണ്ടും തൊട്ടപ്പുറത്തുള്ളവർ, അവരാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി അല്ലെങ്കിൽ മണ്ണിനടിയിലായിപ്പോയി എന്ന് പറയുന്ന അത്രയും സങ്കടകരമായ മറ്റൊരു വാർത്ത പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. കാരണം ഇന്ന് കിടന്നുറങ്ങുന്ന നാളെ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ കൂടെ കാണത്തില്ല. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പക്ഷെ നാളെ രാവിലെ ചെയ്യാൻ നമ്മൾ കാണണമെന്നില്ല. കാരണം ഇപ്പം അതാണ് വയനാട്ടിലെ ചൂരന്മലയിൽ സംഭവിച്ചത്. രാത്രി സമാധാനത്തോടെ ഇരുന്നവർ അല്ലെങ്കിൽ 2 ദിവസം വെള്ളം മഴയുടെ ഭീഷണിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവരാരും പ്രതീക്ഷിക്കാതെ വന്നൊരു വലിയൊരു അപകടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 2018 വലിയൊരു പ്രളയം ഉണ്ടായപ്പം മറ്റുള്ള സഹോദരങ്ങൾക്ക് താങ്ങും തണലുമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സംഭവിച്ച വയനാട്ടിലെ ചൂരന്മലയിൽ സംഭവിച്ച ഈ ദുരന്തത്തിലും കൈകോർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇപ്പോൾ വയനാട്ടിലായതുകൊണ്ട് മിക്കവർക്കും തന്നെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഞാനും ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മൾ വേറൊരു ടീമിനെ ഞാൻ കണ്ട് സംസാരിക്കാൻ എനിക്ക് ഇടവരുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വെള്ളിയാഴ്ച അവർ ഡയറക്റ്റ് വയനാട് സാധനങ്ങളുമായിട്ട് പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന ഒറ്റ ഒരു വ്യക്തി വിചാരിച്ചാൽ എനിക്ക് അവനെ ഫുള്ളായിട്ട് അങ്ങ് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം അത് നമുക്ക് അവരിൽ എത്തിക്കുക അല്ലെങ്കിൽ ആ ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പം ഞാൻ ചൂടെ 2 നമ്പർ ചേർക്കാം. അത് എൻ്റെ ഒരു കോൺടാക്ട് നമ്പറും വേറൊരു നമ്പറൂടെയാണ്. അപ്പോൾ അതിൽ വിളിക്കുക. അത്യാവശ്യം തൊടുപുഴയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴയ്ക്ക് അടുത്ത് തന്നെയാണ്. ഡയറക്റ്റ് തൊടുപുഴയ്ക്ക് ചുറ്റുപാടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക, ലൊക്കേഷൻ ചോദിച്ച് പറ്റുന്നത്രയും പ്രോഡക്റ്റ്സ് നമുക്ക് ഡയറക്റ്റ് എത്തിക്കുക. വിത്തിൻ 2 ഡേയ്സ്, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം കൊണ്ട് നമ്മൾ സാധനമെല്ലാം കളക്ട് ചെയ്യണം. വെള്ളിയാഴ്ച അവർ പ്രോഡക്റ്റുമായിട്ട് ഡയറക്റ്റ് വയനാടിന് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ് എത്തിക്കുക എന്ന് പറയുമ്പം നമ്മൾ കത്തിക്കാൻ വെച്ചതോ അല്ലെങ്കിൽ വേസ്റ്റായിട്ട് കളയാൻ വെച്ച പ്രോഡക്റ്റുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഇപ്പം നമ്മുടെ ഒരു കൂടപ്പിറപ്പാണെങ്കിൽ കൂടപ്പിറപ്പിനെ ഇടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നല്ല വസ്ത്രങ്ങൾ, പിന്നെ സാനിറ്ററി പാഡ്, കുഞ്ഞു പിള്ളേരൊക്കെയാണ് നമുക്ക് അവിടെ ദുരിതാശ്വാസം അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു പിള്ളേർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റുകൾ, പിന്നെ മരുന്നുകൾ, അരി, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. പിന്നെ വെള്ളം നമുക്ക് ആവശ്യമില്ല, വെള്ളം നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മാക്സിമം വയനാട്ടിലെയും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യാം. 2018 പ്രളയത്തിൽ സപ്പോർട്ട് ചെയ്ത കേരള ജനതയ്ക്ക് നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ചുവടെ ചേർക്കുന്ന 2 നമ്പറിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് വയനാടിനായി കൈകോർക്കാം. താങ്ക് യു.